ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മരണത്തിന് വരെ കാരണമായേക്കാം എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളോട് അടുത്ത് ഇടപഴകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. ഇല്ല എങ്കിൽ മരണം വരെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കോട്ടക്കൽ ആര്യ വൈദ്യശാലയിലെ ജീവനക്കാരനായ കോട്ടക്കൽ പാലപ്പുറം ഇടത്തരം മുഹമ്മദ് ഷെരീഫിന്റെയും സക്കീനയുടെയും മകളായ ഷെസ ഫാത്തിമയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. 2 മാസമായി വിട്ടുമാറാത്ത പനിയുമായി കോട്ടക്കലിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ തേടിയിരുന്നു. പിന്നീട് നില വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ ചികിത്സയിൽ തുടരവെയാണ് മരണം സംഭവിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് ഷെസയെ പിടികൂടിയിരിക്കുന്നത് മൃഗങ്ങളിൽ കൂടി പടരുന്ന ബ്രൂസലോസിസ് എന്ന അപൂർവ രോഗമാണ് എന്ന് തിരിച്ചറിയുന്നത്. പശു, എരുമ, ആട് തുടങ്ങിയ മൃഗങ്ങളുടെ പാൽ തിളപ്പിക്കാതെ കുടിക്കുന്നത് വഴി ഉണ്ടാകുന്ന ബാക്ടീരിയ ബാധയാണ് ഇത് എന്നാണ് കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കെ നിഷിത പറഞ്ഞത്. പെൺകുട്ടിക്ക് ബ്രൂസലോസിസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് തന്നെയാണോ മരണകാരണമെന്ന് ഇതുവരെയും സ്ഥിരീകരണമായിട്ടില്ല. ഇതിന്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്നും മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം മൂലമോ മലിനമായ മൃഗ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുന്നത് മൂലമോ വായുവിലൂടെയുള്ള അണുക്കൾ ശ്വസിക്കുന്നത് വഴിയോ മനുഷ്യരിലേക്ക് ഈ രോഗം പിടിപെടാം. മൃഗങ്ങളിൽ നിന്നും പകരുന്ന ഏറ്റവും വ്യാപകമായ ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇതുകൂടാതെ രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്ന് വേവിക്കാത്ത മാംസം കഴിക്കുന്നതിലൂടെയും രോഗാണുക്കൾ ശരീരത്തിൽ എത്തുന്നു. കന്നുകാലികളിൽ നിന്നും മാത്രമല്ല, പട്ടി, പൂച്ച തുടങ്ങിയവയിൽ നിന്നും ഈ രോഗാണു പകരാനുള്ള സാധ്യത ഉണ്ട്. രോഗബാധയേറ്റ മൃഗങ്ങളുടെ ചാണകത്തിലൂടെയോ മൂത്രത്തിലൂടെയോ രോഗം പകരാൻ ഇടയാകും. വളർത്തുമൃഗങ്ങളുടെ പ്രസവവും ഗർഭം അലസിപ്പിക്കലിന്റെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ അശ്രദ്ധമായും കയ്യുറ ഉപയോഗിക്കാതെ കൈകാര്യം ചെയ്യുന്നതും രോഗബാധയ്ക്ക് കാരണമാകും. മനുഷ്യർക്ക് രോഗബാധയേറ്റാൽ ഇടവിട്ടുള്ള പനി, തലവേദന, പേശിവേദന, രാത്രിയിലെ അമിതമായ വിയർപ്പ്, വേദനയോട് കൂടിയ സന്ധിവീക്കം, വൃഷണത്തിലെ വീക്കം മുതലായ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ഇത്തരം രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള ഫലപ്രദമായ വഴി എന്ന് പറയുന്നത് വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന രോഗപ്രതിരോധ വാക്സിനാണ്. ആദ്യ ആഴ്ചയിൽ ഇതൊരു സാധാരണ പനിയാണെന്ന് കരുതി ചികിത്സിക്കാൻ തയ്യാറാവാത്തതാണ് രോഗത്തെ കൂടുതൽ വഷളാക്കുന്നത്. പനി എപ്പോ വന്നാലും ഉടനെ ഡോക്ടറുടെ സഹായം തേടുക. വീടുകളിൽ നിന്നും പാൽ മേടിക്കുമ്പോൾ അത് വൃത്തിയിൽ തന്നെയാണോ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുക. വീടുകളിൽ നിന്ന് പാൽ മേടിക്കുമ്പോൾ മിനിമം 5 മിനിറ്റെങ്കിലും നന്നായി തിളപ്പിച്ച് ഉപയോഗിക്കുക. വൃത്തിഹീനമായ സ്ഥലത്ത് നിന്ന് പാൽ മേടിക്കാതിരിക്കുക. ജ്യൂസിനും മറ്റും കട്ടപ്പാൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിളപ്പിച്ചാറിയ ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി ഉപയോഗിക്കാം. ഇനി കടയിൽ നിന്ന് മേടിക്കുന്ന പാൽ പാസ്ചറൈസ്ഡ് പാൽ ആയിരിക്കും. ഇനി നല്ല കമ്പനിയുടെ പാൽ നോക്കി മേടിക്കുക. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. അതുപോലെ ഇറച്ചിയും മറ്റും നന്നായി വേവിച്ച് ഉപയോഗിക്കുക. കൂടാതെ പൂച്ചയിൽ നിന്നും രോഗം പകരാം. പൂച്ചയെ വളർത്തുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ വേറെ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ അടുത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു കുട്ടിയുടെ കാലിൽ ഒരു തരം വിര കുട്ടിയുടെ കാല് കൂടി കയറിയിരിക്കുകയാണ്. കാലിൽ ഞരമ്പ് വീർത്ത പോലെ തോന്നും കണ്ടാൽ. പൂച്ചയുടെയും പട്ടിയുടെയും ഉമിനീരിൽ ഉണ്ടാവുന്ന ഒരു തരം വിരയാണത്. നമ്മൾ അറിയാണ്ട് പൂച്ചയുടെയോ നായയുടെ നക്കിയ ആ ഉമിനീരിൽ കൂടി നമ്മളുടെ നഖത്തിനോട് ചേർന്ന തൊലി സെൻസിറ്റീവ് അല്ല, അതിൽ കൂടി കയറിയിട്ട് ഉള്ളിലിരുന്ന് വലുതാവുകയും പെറ്റുപെരുകുകയും ചെയ്യും. ഈ കുട്ടിയുടെ കാലിൽ നീര് വന്നിട്ട് ഉപ്പുവെള്ളം മറ്റും പിടിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ നീര് കൂടുതലായി. ആദ്യം വിചാരിച്ചത് വെയിൻ തടിച്ചതാവും എന്നാണ്. ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് ഒരു തരം വിരയാണ്. ഒരാഴ്ച മുന്നേ കുട്ടിയുടെ ചെരുപ്പ് നായ കടിച്ചിരുന്നു. ആ ചെരുപ്പ് കഴുകാതെ കുട്ടി യൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇതിപ്പം സ്കാൻ ചെയ്യാൻ പോവുകയാണ്. ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഈ വിര കയറിയിട്ടുണ്ട് എന്ന് അറിയില്ല. കാലിന്റെ അടിയിലും വിര കാണുന്നുണ്ടെന്നാണ് കേട്ടത്. വിര നശിക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ പട്ടികളും പൂച്ചയും ഒക്കെ കണ്ടമാനം ഉള്ളതല്ലേ. പട്ടി ചെരുപ്പ് കടിച്ചാലൊന്നും നമ്മൾ അറിയണമെന്നില്ല.
കൂടുതലും മക്കളുടെ ചെരുപ്പ് മുറ്റത്തൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ബായ്.